പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദനെ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൊണ്ട് നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ യൂട്യൂബിലെ അവസാനം വന്നപ്പോൾ ചെറിയ കംപ്ലൈൻറ്റ് ചെയ്തു. അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങളുടെ എററല്ലത്, അത് യൂട്യൂബിൽ തന്നെ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ്. നമ്മുടെ മാസ്റ്ററെല്ലാം കറക്റ്റാണത്. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ ആ പ്രസംഗം രണ്ടാം അപ്പ് ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ കണ്ടു കാണണമെന്ന് പറയുന്ന കാര്യം, ഇതൊരു സീരീസ് ഓഫ് വെളിപാടുകളാണ് വരണത്. കാര്യം കൃപാസനവും അതിൻ്റെ ആധ്യാത്മികതയെന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അപ്ഡേറ്റ് ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലിങ്ക് പോകാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയണം. നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ, മൾട്ടി പ്രോബ്ലംസില്ലേ ജീവിതത്തിൽ, മൾട്ടി പ്രോബ്ലംസ്. ഇന്ന് മകളെ പേർക്കിടാനെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ പോകണം, അവിടെ നിന്ന് പിന്നെ ഓഫീസിൽ പോകണം. ഓഫീസിൽ ചെല്ലുമ്പോൾ വേറെ അവിടെ ചില അസൈൻമെൻറ്റുകൾ ചെയ്ത് കാണത്തില്ല. അത് നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ നമ്മളത് പരാജയപ്പെടുത്തി കാണും. അങ്ങനെ എവർ സോ മെനി വിത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം കൂടി ചില പറയും. എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കണമെന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല, പല പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളല്ല ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2 കൊരിന്ത്യൻസ് 1:20 വായിക്കണം. ഒരു 3-4 പ്രാവശ്യം വായിക്കണം. എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങൾക്ക് ആ സബ്ജക്റ്റ് വൈസ് തനത് കൃപകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് ആമേൻ പറയണം. അത് അപ്പോൾ ആമേൻ എന്ന് നമ്മൾ പറയാം. ഏറ്റവും പ്രയർഫുൾ, ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ആമേനാ.
വെച്ചാൽ ഈശോ തന്നെ എന്താണ് നമുക്കറിയാം. അമ്മ എന്താ പറഞ്ഞത്? ആമേൻ. ഈശോ എന്താ പറഞ്ഞത്? ആമേൻ. എന്താ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന ഷോർട്ട് ചെയ്യുമ്പോൾ ആമേനാ. അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ നമ്മൾ ഒരു സംഘർഷത്തിലൂടെ പോകണമെങ്കിൽ ആമേൻ, ആമേൻ ഈശോ, ആമേൻ എന്ന് പറയണം. അപ്പം എന്താ കാര്യം വെച്ചാൽ അവിടെ എന്താണ് തിരുമനസ്, അത് നിൻ്റെ തിരുമനസ് നിറവേറണമേ. ഈശോ എങ്ങനെയല്ലേ പൂങ്കാവനത്തിലൊക്കെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഇഷ്ടം ഒന്നും നിറവേറുന്ന കാണുമ്പോൾ ഈശോ ഉടനെ പറയും ആമേൻ. പരിശുദ്ധാത്മ പറഞ്ഞു ആമേൻ, അതേ പിതാവേ, അതേ പിതാവേ എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ ആമേൻ. ഇപ്പം ഈ ആമേൻ നമ്മൾ ഒരു പ്രത്യുത്തരം മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്താണ് ആമേൻ. എന്തെങ്കിലും കാര്യം തെറ്റുപോയി, ഇപ്പോൾ ഒരു വണ്ടി തന്നെ മുട്ടി, അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്താണ്? പ്രൈസ് ദി ലോർഡിനേക്കാൾ ശക്തമാണ് ആമേൻ. പ്രൈസ് ദി ലോർഡ് ദൈവത്തെ സ്തുതിപ്പെന്നാണ്, മറ്റത് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ഇപ്പോൾ ഉടമ്പടിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് സുരക്ഷയാണുള്ളത്. പിന്നെ ഇടയ്ക്ക് ഡീവിയേഷൻ എന്തെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റിൽ നമ്മളുടെ കണക്കൂട്ടിൽ വരാത്ത സംഭവങ്ങൾ ദൈവഹിതമാണ്. അപ്പോൾ നമ്മൾ ആമേനാ പറയേണ്ടത്. ഉദാഹരണത്തിന് 2 Korinത്യർ 1:20 എടുത്തേ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ. അപ്പം അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രാപിക്കുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത്. നമ്മൾ അനുഗ്രഹങ്ങളല്ല പ്രാപിക്കണത്, നമ്മൾ പ്രാപിക്കുന്ന വാഗ്ദാനങ്ങളാണ്. മനസ്സിലായ? ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. നമ്മളത് ഫീൽ ചെയ്യണത് അനുഗ്രഹമായിട്ടാണെന്നാണ് ഉള്ളത്. നമുക്ക് ഫീൽ ചെയ്യണത് അനുഗ്രഹം. ഇപ്പോൾ ജോലി കിട്ടി, അനുഗ്രഹം. പക്ഷേ ജോലിയെക്കുറിച്ച് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ആഹാരം, നിൻ്റെ വസ്ത്രം, നിൻ്റെ ജീവിതം, ഞാനത് ക്രമീകരിക്കും എന്നുള്ളത് എന്താണ്? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നമ്മൾ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വാഗ്ദാനം പ്രാപിച്ചു എന്നാണ് പറയേണ്ടത്. കർത്താവിൻ്റെ വാഗ്ദാനം പ്രാപിച്ചു. ഇപ്പോൾ 8855 വാഗ്ദാനങ്ങളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിനക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാഗ്ദാനം പ്രാപിച്ചു. എന്താ കാര്യം? വിശ്വസിക്കാൻ മരണമില്ലല്ലോ. എന്നെ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണേ? മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വാഗ്ദാനം പ്രാപിച്ചു. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദൈവഹിതപ്രകാരമുള്ള ദൈവ പദ്ധതി അനുസരിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും മീനിങ് ആയിട്ടുള്ള വാക്കാണ് ആമേൻ. ആമേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് പകരം നമ്മൾ പ്രാപിക്കുന്നത് വാഗ്ദാനങ്ങളാണ്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാനേജ് ചെയ്യപ്പെടത്തില്ലെന്നല്ല, അത് കർത്താവ് മാനേജ് ചെയ്യുന്ന. അതാണ് ആർക്കും പൂട്ടാനാകാത്തൊരു വാതിൽ. അതായത് നിങ്ങളുടെ നിയമങ്ങൾക്കോ നാട്ടിലെ നിയമങ്ങൾക്കോ നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങൾക്ക് പാരയെ സൂചി വെക്കുന്നവർക്കോ ആർക്കും പൂട്ടാനാവാത്തൊരു വാതിൽ ഞാൻ നിന്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു. അടുത്ത വചനം എന്താണ്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. ഐ നോ ഇറ്റ്. എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് പറഞ്ഞത്. അപ്പം നിന്റെ മെരിറ്റ് ചില സമയത്ത് പരിമിതമാകാം. പിന്നെ എന്താണ് ആ വാക്കിന് പ്രാധാന്യം എന്താണെന്നറിയാവോ? എങ്കിലും. പറഞ്ഞേ, എങ്കിലും. ഇത് ഏത് വചനമാ? വെളിപാട് 3:8. അതിനകത്തുള്ള വാക്യതാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും. അതാണ് ഇപ്പം ഈ ഡോക്ടറിനെ ജോത്സനെ ബിബിനെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൂട്ടുകാർ ഡോക്ടർ പറയുകയാണ് വെളിവ് പോയി അറിയില്ലേ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലേ? ഇങ്ങനെയൊക്കെ വലുതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്, മതത്തിൻ്റെ പുറകെ പോകണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികളായ ഡോക്ടർ ഇവരെ കുത്തിപ്പ് സംസാരിക്കും. അപ്പോഴും അവരത് മാറത്തില്ല. എങ്കിലും അതാ പറഞ്ഞു കേട്ടില്ലേ, ഇത് നമുക്ക് വേണ്ടതാണ്. ഇങ്ങനെ ആൾക്കാർ പറയണം, പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. നമ്മുടെ വീട്ടുകാർ വിശ്വാസം ചിലപ്പോൾ സമയത്ത് നമ്മളെ കുത്തിപ്പറയും, വിശ്വാസത്തിനെ തള്ളിപ്പറയും. ഇതെല്ലാം കൊള്ളാം, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണേ അമ്മമാർ പറയും. ഇപ്പം തന്നെ ബിബിനോട് ജോത്സനൊക്കെ ഒരു പരിപാടിയുണ്ട്, രാത്രി ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് സങ്കടം വരും. അപ്പോൾ ജോത്സനായി രാത്രി എങ്ങനെ ഇത് കേൾക്കാൻ പാടില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ആരാണ്? അപ്പം വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് കൃപാസനം സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പോൾ ജോത്സനോട് ബിബിൻ ചോദിക്കും, എൻ്റെ ജോത്സനെ രാത്രിയെങ്കിലും നീ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലേ സാക്ഷ്യം എന്ന് ബിബിൻ ചോദിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, ഇവരിതിൽ നിന്നാണ് സർവേ ചെയ്ത് വരണത്. അപ്പം ബിബിനത് മനസ്സിലായിട്ടില്ല, ബിബിൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പത്രം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ ഇവർ ഈ കുഞ്ഞുങ്ങളുടെ അവർക്ക് ജോലി കിട്ടി, പക്ഷെ ഇയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, വിപിന് ജോലി കിട്ടിയിട്ടില്ല. ഈ വിപിനെ വിളിച്ചപ്പോൾ എന്താ പ്രസവിച്ചതിന് ഹയസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഞ്ഞുങ്ങളുടെ തന്നെ പൾമണോളജിസ്റ്റുകൾ ICU ഇൻറ്റൻസീവ് കെയറിലുള്ള ആളാണ്, അതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ല അവർ ആളെ എടുക്കുന്നത്, ഒരു പാനലാണ്. അത് പ്രൈവറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ പ്രൈവറ്റുകാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ആളെ എടുക്കാൻ പറ്റും. മലേഷ്യയിൽ പറ്റത്തില്ല. മലേഷ്യയിൽ ഇതുപോലെ ICU ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകുന്ന ഹൈ ടെക്നീഷ്യനൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാനലുണ്ട്, അത് സയൻറ്റിസ്റ്റുകളായിരിക്കും മിക്കവാറും. ആ മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആ പാനലിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് ബിബിൻ മറുപടി പറയണം. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ബിബിനോട് ജോത്സന പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് അവരുടെ കോലായിലിടാം, മലേഷ്യയിൽ അവിടെ കുറച്ച് ഉപ്പ് ഇടണം, ഇത് വിശ്വപ്രമാണം ചെല്ലണം, കുറച്ച് ഉപ്പ് പോക്കറ്റ് ഇടണം. അപ്പോൾ പറയും ജോത്സന, ഞാൻ അവിടെ കൊണ്ട് ഇടാം, പക്ഷെ എൻ്റെ പോക്കറ്റ് ഇടേണ്ട കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഇത് ആപ്ലിക്കേഷൻസാണ്. ഇവർ ഡോക്ടേഴ്സായത് സയൻറ്റിഫിക് പ്രൊഫൈലായ കാരണം ഇവർക്ക് കാര്യങ്ങളറിയാം, റീസണബിളായിട്ട് കാര്യങ്ങളറിയാം. പക്ഷേ ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചളിപ്പുണ്ട് അവർക്ക്. എന്നാലും ജോസഫ് അതവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാവും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറയണത്, ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളവർക്ക് ഇത് നിങ്ങൾ പറയണ ഉപ്പല്ല ഇത്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങളത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഈ സംഭവം. നമുക്ക് മെറിറ്റ് പോകത്തില്ലേ? നമ്മുടെ
അടുത്ത ഓപ്ഷൻ എന്താ? എമർജൻസി. ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലേ ഓപ്ഷൻ, ഇല്ലേ? അപ്പോൾ മെരിറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ ഗ്രേസാണ് ഓപ്ഷൻ. ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈയും കാലും പൊക്കിയിട്ട് നമ്മൾ നമ്മൾ കൈ പൊക്കിയിട്ട് പട്ടാക്കാർ യുദ്ധം തോക്കുമ്പോൾ എന്താ പറയണത്? കൈ പൊക്കും, അല്ലേ? യുദ്ധം പൊക്കിയിട്ട് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കും. അതുപോലെയുള്ള പരിപാടിയാണ് ഉപ്പിടൽ. എന്ന് വെച്ചാൽ എൻ്റെ മെരിറ്റ് തീർന്ന് ഇനി നീ മാത്രമേ എനിക്കുള്ളൂ, ഇനി നീ മാത്രമേ ഉള്ളൂ. അതാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവകാശമാണ്. കർത്താവാണ് എൻ്റെ അവകാശം, എൻ്റെ മെരിറ്റായിരുന്നു എൻ്റെ അവകാശം എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ പ്രൊഫഷൻ, എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രൊഫഷൻസി, എൻ്റെ ഇൻ്റർനാഷണൽ ഫോറങ്ങളിലുള്ള എൻ്റെ ആർട്ടിക്കിളിന് എൻ്റെ പ്രസിദ്ധീകരണമൊക്കെയാണ് എൻ്റെ മെരിറ്റ്. ആ മെരിറ്റ് ഇവിടെ ഡൈ ഔട്ടായി പോയി. ഇനി എന്താണ്? ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. അത് ഞാൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ് ഈ ഉപ്പ് ഇംപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇനി എൻ്റെ അവകാശം എൻ്റെ മെരിറ്റല്ല, എൻ്റെ അവകാശം എൻ്റെ കർത്താവാണ്. കർത്താവ് വിചാരിച്ചാൽ ഞാനിവിടുന്ന് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് സംഖ്യാപുസ്തകം എടുത്തവന് സംഖ്യാപുസ്തകം ശ്രുതികടെ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി. നീരാജനം എന്ന് കഴിഞ്ഞാൽ സോൾട്ടഡ്, അതായത് ലവണ ഉടമ്പടിയായി നീരാഞ്ജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതിന് കവനന്റ് ഓഫ് ദി സാൾട്ട് എന്നാ പറയണത്, ഉപ്പിൻ്റെ ഉടമ്പടിയാണ്. ഉടമ്പടിയെന്ന് നമുക്ക് നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. അതല്ല കൃപാസന ഉടമ്പടി ഉപ്പാണ് തരണത്. ഉടമ്പടി ഉപ്പെന്ന് പറയുന്നത് ഈ സംഖ്യ 18 വായിച്ച് നീരാജനം ചെയ്ത നീരാജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണലിപ്തമായ ഉപ്പ് തളിച്ചെന്ന് എൻ്റെ അർത്ഥം. നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ, അതായത് ബലിവസ്തുവിനെ കുറിച്ച് പറയണ ആടിനെ കുറിച്ച്, ബലിയർപ്പിക്കപ്പെട്ട ആടിനെ ആടിൻ്റെ നെഞ്ചും ഉപ്പ് തളിക്കും. പിന്നെന്താണ്? വലത്തെ കാൽക്കുറകും പോലെ വലത്തെ കാലത്തൂടെയും ഉപ്പ് തളിക്കും. പറ. അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ആർക്കാണ്? ലേവിയർക്ക്, പുരോഹിതന്മാർക്ക്. പറ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി ഉപ്പ് തളിച്ചതായിട്ട് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലേവ്യ പുരോഹിതന്മാർക്ക് ഇപ്പം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളില്ലേ, ഇപ്പം മോശ ഇവർ വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വാഗ്ദാന നാടിൻ്റെ 12 ഭാഗങ്ങൾ 11 ഭാഗങ്ങളെയും ഭാഗിച്ച് യൂദയ ഒരാൾക്ക്, സമറിയ ഒരാൾക്ക്, ഇങ്ങനെ ഭാഗിച്ച് കൊടുത്തു. എൻ്റെ പേര് മേരി ലൂക്കോസ്. ഞാൻ മൂവാറ്റുപുഴയിൽ മുടവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 മാർച്ച് 16 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുക്കാൻ കാരണം എൻ്റെ മകന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പള്ളിയിൽ നിന്ന് ഒരു പത്രം കിട്ടി.
അതിലിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന്, എൻ്റെ കൂട്ടുകാരി എറണാകുളത്തുണ്ടായിരുന്നു, പുള്ളിക്കാരിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചത്. അങ്ങനെ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകനെ ജോലിക്ക് വിളിക്കുകയും അവന് ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരിയും കൂടി വണ്ടിയിൽ, ഞാൻ 2 വീലർ ഓടിക്കും, 2 വീലർ ഓടിച്ച് പോയപ്പോൾ ഒരു കാറ് വന്ന് ഞങ്ങളെ ഇടിക്കുകയും ഞങ്ങൾ 2 പേരും തെറിച്ച് റോട്ടിൽ ഒത്തിരി അകലെ ചെന്നാണ് വീണത്. ഒത്തിരി ഉയർന്ന് ചാടി. പക്ഷേ ഒരു പോറൽ പോലും, ഒരു മണൽത്തരി പോലും ഞങ്ങളെ സ്പർശിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അവിടെ ഓടിക്കൂടിയ ആൾക്കാരൊക്കെ ഞാൻ ആശുപത്രി പോകണം ചേച്ചി അങ്ങനെയൊക്കെ പറയും. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയും, ആശുപത്രി കൊണ്ടുവന്നും പറഞ്ഞ് കാറിലെ ഡ്രൈവറെ വഴക്ക് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ എൻ്റെ ദൈവം കാത്തു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ എൻ്റെ സഹോദരിക്ക് കൊറോണ വന്ന് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലാതെ, വെൻറ്റിലേറ്ററിലൊന്നും സൗകര്യമില്ലാതെ അവർ വീട്ടിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കരഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിൻ്റെ സഹോദരിക്ക് സുഖമായി, നിനക്ക് സമാധാനമായില്ലേ, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ അനിയത്തിയോടെ വിളിച്ചു. നേരം വെളുത്ത് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു, രാത്രി എന്താ സംഭവിച്ചതെന്നറിയില്ല, ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറഞ്ഞു. ഇതെല്ലാം നടത്തി തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2021 ജൂൺ 14 എൻ്റെ ഭർത്താവിൻ്റെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്കിൽ പോയപ്പോൾ ഒരു കാറ് വന്ന് ഇടിക്കുകയായിരുന്നു. അപ്പോൾ നട്ടൽ വിട്ടുപോയി. പിന്നെ തലയ്ക്കും കാലിനും വാരിയലിനൊക്കെ അങ്ങനെ 4 സർജറി വേണമെന്ന് പറഞ്ഞു. ആദ്യം വണ്ടാനത്താണ് കൊണ്ടു ചെന്നത്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് തന്നെ എറണാകുളം ലെക്ചറിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അത്ര ബോധമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവിനിങ്ങനെ വന്നപ്പോൾ അവർ ആദ്യം തന്നെ സർജറി ചെയ്യാൻ കയറ്റി. പിന്നെ എല്ലാം ബോധമൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റ് 3 സർജറിയും വേണ്ടെന്ന് വെച്ചു. ഏട്ടന് പിന്നീട് ചെയ്ത സ്കാൻ റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അവിടെ അങ്ങനെ 3 ആഴ്ച അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം വന്ന് പറഞ്ഞു, കാലിൻ്റെ വിരലെങ്കിലും ഒന്ന് അനക്കണമെങ്കിൽ 9 മാസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് പോയതിന് ശേഷം എൻ്റെ അനിയത്തിനെ വിട്ട് അമ്മ മാതാവിൻ്റെ തൈലം വരുത്തിച്ച് എൻ്റെ ഏട്ടൻ്റെ വിരലുകളിൽ പുരട്ടിയപ്പോൾ ആ നിമിഷം തന്നെ എൻ്റെ ഏട്ടൻ്റെ കാലിൻ്റെ വിരലനങ്ങാൻ തുടങ്ങി. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അവിടെ 7 ലക്ഷം രൂപയോളമായി. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഏട്ടനെ നല്ലോണം നോക്കണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല, ഞാനെൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ഞങ്ങളുടെ വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്, എൻ്റെ ഏട്ടനെ നല്ലോണം എനിക്ക് നോക്കണം, അതിന് അമ്മ എൻ്റെ കൂടെ വരണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. ഈ നിമിഷം വരെ എനിക്ക് ഒരുപാട് സാമ്പത്തികം വേണ്ടി വന്നിരുന്നു ഏട്ടനെ നോക്കാനായിട്ട്. കാരണം എന്നാൽ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നെങ്കിൽ അനങ്ങിയോ ഒന്നും ഇല്ലായിരുന്നു, ഒരേ കിടപ്പായിരുന്നു, കിടപ്പിലായിരുന്നു, മോഷണം യൂറിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഈ നിമിഷം വരെ എന്നെ പരിപാലിച്ച് എൻ്റെ ഈശോയെ നടത്തി. എൻ്റെ ഇടവകയിലെ ഞങ്ങളുടെ തോമസ് അച്ഛനും ഇടവകയിലെ എല്ലാ ജനങ്ങളും ഞങ്ങൾ ഈ നിമിഷം ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നൊരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉടമ്പടി ദാനത്തിൽ ചൊവ്വാഴ്ച കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കിയപ്പോൾ ഇടത്തെ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരു കണ്ണിൽ കൂടി മാത്രം കണ്ണീര് ഒഴുകുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ജോസഫച്ചൻ പറഞ്ഞു, ഇടത്തെ കണ്ണിൽ കൂടി കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കിടപ്പ് രോഗിയെ ഈ നിമിഷം ഈശോ സുഖപ്പെടുത്തുന്നു. അതെൻ്റെ ഭർത്താവായിരുന്നു. കാരണം ആ നിമിഷം തൊട്ട് എൻ്റെ ഏട്ടന് എളുപ്പം
ഈ ചരിയാനും ഇരിക്കാനും ഒക്കെയുള്ള കൃപ എൻ്റെ അമ്മ മാതാ ഈശോയും കൊടുത്തു. കോടാനോട് നന്ദി പറയുന്നു.